ഹലോ എവ്രിവൺ, പ്രൊപ്പോയ്സ് UG പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും CUET PGക്കുള്ള അപ്ലിക്കേഷൻസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ട് നമ്മൾ അറിയുന്നത് UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാറിൻ്റെ ട്വീറ്റ്സിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്സിലേക്ക് നമുക്ക് പോകാം, അതുപോലെ NTAയുടെ വെബ്സൈറ്റിലേക്ക് പോകാം, CUET PG എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനുമുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ CUET PG എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം CUET PGയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ പ്രോസസും A to Z കാര്യങ്ങൾ ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് UG പ്ലസ് എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? CUETയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം. സോ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ബാക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? നമ്മുടെ UGC ചെയർപേഴ്സൻ്റെ ട്വീറ്റുകളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് UGC തീരുമാനിച്ചിട്ടുണ്ട് എന്ത്, NTA കൊടുത്തിട്ടുള്ള ഈ ഒരു എക്സാം ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ 2022 നടത്താമെന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് NTAയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ യൂണിവേഴ്സിറ്റീസ്, മറ്റ് യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19th May 2022, അതായത് ഇന്നലെ തുടങ്ങി എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ 20-ാം തീയതിയാണ് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം 42 സെൻട്രൽ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് അക്കാഡമിക് സെഷൻ 2022-23 സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുക CUETയിലൂടെ. സിംഗിൾ വിൻഡോ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് കറക്റ്റ് 1 month ആണ്. 19th May 2022 to 18th June 2022 ആണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഒരു മാസമാണ് കിട്ടുന്നത്. ഈ ഒരു മാസത്തിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്വീറ്റിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ഈ ട്വീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? പറഞ്ഞിരിക്കുന്ന സൈറ്റ് ഉണ്ടല്ലേ, CUET.NTA.nic.in. പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് നോട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പബ്ലിക് നോട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. രജിസ്ട്രേഷൻ കണ്ടോ? രജിസ്ട്രേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ വ്യക്തമായി കാണിക്കുന്നതിന് ഞാൻ അങ്ങോട്ടൊന്ന് മാറിയേക്ക. കാണാവുന്നുണ്ടല്ലേ? അപ്പം ക്ലിയർ അല്ലേ? കണ്ടില്ലേ? CUET സ്കോർ കാർഡ് നോക്കേണ്ട, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. രജിസ്ട്രേഷൻ ഫോർ CUET PG 2022. സോ ഇതിൽ പോയി കഴിഞ്ഞാൽ കൺഫർമേഷനൊക്കെ അവർ ചോദിക്കും. ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരിക. ഇനി ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വിശദമായി പറയാം. സോ ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോസ്, ഇതിന് വേണ്ടിയുള്ള വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോട്ടീസിനെ പറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നോട്ടീസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പബ്ലിക് നോട്ടീസ് ഇന്നലെ ഇറങ്ങിയതാണ്, 19th May 2022. അപ്പം ആരിറക്കി, എങ്ങനെ ഇറക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നു. 42 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ ഫോർ എ മാറ്റർ ഓഫ് ഫാക്ട് ഞാൻ പറയാം, 35 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 6 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ 42 യൂണിവേഴ്സിറ്റികൾ കിടക്കുന്നത്. ഈ 35-ൽ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ 35-ൽ പെട്ടിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് മൂവിങ് ഓൺ, PG 2022 വിൽ ബി കണ്ടക്റ്റഡ്, നേരത്തെ പറഞ്ഞ തന്നെയാണ്, CBT മോഡിലാണ് എക്സാം ഉണ്ടാവുക. പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക്, അപ്പം ഇത് നിങ്ങൾക്കറിയാം UG, ഇപ്പം നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രത്യേക സൈറ്റ് ഉണ്ടല്ലേ, CUET.samarth.ac.in. അതേ സ്ഥാനത്ത് PGക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതേ സൈറ്റിൽ തന്നെയാണ്, നമ്മുടെ CUET.NTA.nic.in. ഇവിടെയാണ് നിങ്ങൾക്ക് PG അപ്ലൈ ചെയ്യേണ്ട, അല്ല PGക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ആ ലിങ്കും ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഉണ്ട്. അപ്പം കറക്റ്റ് അപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് ഒരു മാസമാണ്, 19th May to 18th June. പോരാത്തതിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീസ് സബ്മിഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൂടെ കിട്ടുന്നുണ്ട്, 19 June 12 മണി വരെ, ഏകദേശം 11:50 വരെ കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇനി കറക്ഷൻ വിൻഡോ ഉണ്ട് 3 ദിവസത്തെ, എന്നോട്ടാണ് June 20 to 22nd June വരെ. പിന്നെ അഡ്മിറ്റ് കാർഡ് അറിയാം, അത് എക്സാം ആകുമ്പോഴത്തേക്കേ വരുള്ളൂ. ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ല. ഡ്യൂറേഷൻ 2 hours ആയിരിക്കും, 2 ഷിഫ്റ്റായിട്ടായിരിക്കും നടത്തുക, ഷിഫ്റ്റ് 1ഉം 2ഉം. അപ്പോൾ അത് 10 AM to 12 noon, അതുപോലെ 3 PM to 5 PM. പിന്നെ ലാംഗ്വേജ് ഓഫ് ദ പേപ്പർ ഉണ്ട്. അപ്പം CUET UGയിൽ നിങ്ങൾക്കറിയാം 13ഓളം ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പക്ഷേ PG ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം സ്പെഷ്യലൈസേഷൻ ഒക്കെ ആണല്ലേ, അതുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷിലും മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ, എക്സെപ്റ്റ് ഫോർ ദോസ് ലാംഗ്വേജ് ടെസ്റ്റ്. അതായത്
ആ സ്പെസിഫിക് ലാംഗ്വേജിൽ പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സംസ്കൃതം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം സംസ്കൃതത്തിലായിരിക്കും. സോ അത് നോട്ട് ചെയ്യുക. പിന്നെ സൈറ്റ്, പ്രധാനപ്പെട്ട സൈറ്റ് പറയുന്നുണ്ട് CUET.NTA.nic.in. നെക്സ്റ്റ് പോകുമ്പോൾ പറയുന്നത് ഇൻഫർമേഷൻ അബൌട്ട് എലിജിബിലിറ്റി, സ്കീം ഓഫ് എക്സാം, എക്സാം സെൻറ്റർ, എക്സാം ടൈമിംഗ്, എക്സാം ഫീ, പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ്, ഇതെല്ലാം അടങ്ങുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവൈലബിൾ ആണ്. 200-ൽ പരം പേജ് വരുന്ന ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, വളരെ ഡീറ്റെയിൽഡ് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതിലുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. സോ കാൻഡിഡേറ്റ്സ് ആൻഡ് ദ പാരൻസ് ആർ അഡ്വൈസ് ടു കീപ് വിസിറ്റിംഗ് ദ NTA വെബ്സൈറ്റ് ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വേണം ഞാൻ പറയാം. കാരണം ഈ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. CUET UG നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആണ്. 2 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് വരും. അപ്പോൾ അത് വരുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്നും NTA വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിലൊരു കുറവും വരുത്തണ്ട. പിന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ പൊതുവേ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ എപ്പോഴും ബിസി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കൗൺസിലേഴ്സിനോട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് നോട്ടീസ് ആയിട്ടുള്ളത്. ഇനി സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇൻഫർമേഷൻ കണ്ടോ, ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഡോക്യുമെൻറ്റ്. ഇതിൽ CUET PG 2022 പറ്റി A to Z കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തം നിങ്ങൾ വായിക്കണോ? വേണ്ട. ഇത് വായിച്ച് ഞങ്ങളിവിടെ കൃത്യമായിട്ടുള്ള സെഷൻസ് ചെയ്യുന്നതായിരിക്കും. സോ വായിക്കാവുന്നവർക്ക് വായിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങളിപ്പം കുറച്ച് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഫുള്ള് കീറി മുറിച്ച് പരിശോധിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ കീറി മുറിച്ച് പരിശോധിക്കുക വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രപ്പോയ്സിൽ പോയിട്ട് CUET UGയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പിന്നെ അതിലൊന്നും വായിക്കേണ്ടി വരില്ല. ആ രീതിക്ക് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, കീപ്പ് ഓൺ ചെക്കിങ് ദ ചാനൽ. സോ ചാനൽ നോക്കിക്കൊണ്ടേയിരിക്കുക, വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. PGക്ക് നിങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഒരുപാട് വീഡിയോസ്, എല്ലാ വീഡിയോസും തന്നെ UG+ സ്ഥിരമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 266 പേജാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് വായിക്കാം, അല്ലാത്തവർക്ക് കുറച്ച് വെച്ച് അധികം ഒന്നും വേണ്ടി വരില്ല. കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ നമ്മൾ ഓൾറെഡി കുറേ കവർ ചെയ്ത് കഴിഞ്ഞു, കുറച്ചുകൂടെ കവർ ചെയ്യാനുണ്ട്. സോ അത് കഴിഞ്ഞ ശേഷം ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസും കണ്ടൻസൊക്കെ നിങ്ങൾക്ക് കാണാം. എക്സാമിനേഷൻ സ്കീം, ഇൻട്രൊഡക്ഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ, അഡ്മിറ്റ് കാർഡ്, ചോയ്സ് ഓഫ് സിറ്റീസ്, അങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. പ്രപ്പോയ്സിൻ്റെ ടീം റെഡിയാണ്. അപ്പോൾ ഇത് ഇൻഫർമേഷനാണ്. എക്സാമിനേഷൻ സ്കെഡ്യൂൾ വന്നിട്ടില്ല കണ്ടോ. സിലബസിലും കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം ഇത് 2021 സിലബസ് ആണ്. മേ ബി ഇതായിരിക്കാം സിലബസ്. പക്ഷേ ആസ് ഓഫ് നൗ 2022 സിലബസ് ഒന്നും വന്നിട്ടില്ല. സോ അത് വരുന്നതും അതും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. സോ ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ CUET സംബന്ധിച്ചുള്ള ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ PG എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത്യാവശ്യം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. UG നിങ്ങളൊന്ന് ചെയ്തു, ചിലപ്പോൾ PG നിങ്ങൾക്ക് വേറെ വിഷയമായിരിക്കാം ചെയ്യാൻ ആഗ്രഹം. അപ്പോൾ ഇതിനെന്തിനാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ CUET PG എഴുതിയേ മതിയാകും. സോ അതിൻ്റെ ഏതൊരു വിധത്തിലുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും, ഏതൊരു വിധത്തിലുള്ള സംശയങ്ങൾ തീർക്കാനാണെങ്കിലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രപ്പോയ്സിൻ്റെ വക UG+ൻ്റെ ആപ്പും അതുപോലെ തന്നെ വെബും മറ്റ് പല സൗകര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വരും. ഓൾറെഡി കുറച്ച് വന്നു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് കൂടെ കൊണ്ടുവരും ഞങ്ങൾ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഈസി ആക്കാം, പ്രിപ്പറേഷൻ ഒന്നുകൂടെ എളുപ്പമാക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസരം, ചാൻസസ് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടാനും സാധിക്കും. സോ അതുകൊണ്ട് കീപ്പ് ഓൺ ചെക്കിംഗ് ഔട്ട് ദ ചാനൽ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ PG എഴുതുന്നതല്ലേ, PG എക്സാം CUET PG എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ചാനൽ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഏറ്റവും കൃത്യതയോടുകൂടി അപ്ഡേറ്റ്സ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പ്രപ്പോയ്സിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു PG സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു PG കാരനാണെന്നുണ്ടെങ്കിൽ എന്തായാലും PG+ UG+ലേക്ക് എത്തുക. PGയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു സെഷനുമായിട്ട് ഞാൻ വൈകാതെ വരും. അതുവരേക്കും പീസ് ഔട്ട്.